ശ്രീ സേനാപതി വേണു, ഇന്ത്യ സഖ്യം നിങ്ങളും ഒരുപക്ഷെ ഒന്നാമത്തെ നേതാവായി എന്നെ വാഴിക്കണം എന്ന് പറയാതെ പറയുന്നുണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി. ഇപ്പോൾ കോൺഗ്രസ് കൂടി ആഗ്രഹിച്ചിരുന്നുവോ ആം ആദ്മി പാർട്ടിയുടെ ഈ പതനം എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ അമ്പയെ ക്ഷീണിച്ചുപോയി. അഡ്വക്കേറ്റ് സേനാപതി വേണു. കൃഷ്ണരാജൻ, ഞങ്ങൾ ക്ഷീണിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളത് എന്താ പറയുക സ്വീകരിക്കുകയാണല്ലോ. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 4.something അല്ലെങ്കിൽ 4.5% കിട്ടിയത് അത് 7%-ലൊക്കെ 8%. അങ്ങനെയാണെങ്കിൽ ഈ ആം ആദ്മി താഴേക്ക് പോകുന്ന സ്പേസ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നാണോ? അല്ല, സ്വാഭാവികം. ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയ സ്പേസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു സ്പേസ് ആണല്ലോ. കോൺഗ്രസിന്റെ ഒരു സ്പേസിൽ കയറി നിന്നുകൊണ്ടാണല്ലോ അവർ ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഉയർത്തിയത്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. ഈ ഇന്ത്യ മുന്നണിയിലെ ഈ കക്ഷികൾ എന്ന് പറയുന്ന അത് തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും ഇവർക്കൊക്കെ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ 1.5 സംസ്ഥാനത്ത്, ആ സംസ്ഥാനത്ത് ഇവരാഗ്രഹിക്കുന്നത് കോൺഗ്രസ് അങ്ങ് പരിച്ഛേദമായിട്ട് ഇല്ലാതെ പോയാൽ, പാടെ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്പേസിലേക്ക് ഇവർക്ക് വരാമെന്നുള്ളതാണ് ഇവരെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഡൽഹിയിലാണെങ്കിലും ഞങ്ങൾക്ക് 4% കഴിഞ്ഞ പ്രാവശ്യം ആഗ്രഹിക്കുന്നതല്ലോ അഡ്വക്കേറ്റ് സേനാപതി വേണു. രാജ്യത്ത് എവിടെയും ശക്തമായിരുന്ന കോൺഗ്രസ് ഉണ്ടാക്കിക്കൊടുത്ത സ്പേസിൽ തന്നെയാണ് പ്രാദേശിക കക്ഷികൾ പലരും വളർന്നു വന്നത്. അതിലെന്താണ് സംശയം? അത് ഈ ഒരു പൊളിറ്റിക്സിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഞങ്ങൾ 140 വർഷം പഴക്കമുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങൾ 65 കൊല്ലക്കാലത്തെ സമരത്തിന് ശേഷം ഞങ്ങൾ 58 കൊല്ലക്കാലം ഭരിച്ചു. ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു മാറ്റത്തെ. അപ്പൊ തീർന്നോ പൊളിറ്റിക്കൽ ക്ലൈമാക്സ്? അങ്ങ് തന്നെ പറയുന്നു. അല്ല, കേൾക്ക്, ഞാൻ എന്നെ തുടരാൻ അനുവദിക്കുക. വീണ്ടും രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് റീസ്റ്റാർട്ടാണ്. ഞങ്ങൾ ആ റീസ്റ്റാർട്ടിന്റെ ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. ഇപ്പൊ BJP-യെ സംബന്ധിച്ച് 1981 രൂപം കൊണ്ട പാർട്ടിക്ക് രാജ്യം ഭരിക്കാൻ അവർക്ക് വരാൻ എത്ര വർഷം കൊണ്ടാണ് അവര് രാജ്യത്തിന്റെ ഒരു ഭരണരംഗത്തേക്ക് സമ്പൂർണ്ണമായിട്ട് വന്നത്? ഇപ്പം 99-ൽ അടൽ ബിഹാരി വാജ്പേയി ആദ്യം 13 ദിവസം, പിന്നെ 13 മാസം. നിങ്ങളുടെ നായകൻ തോറ്റു വീണുപോയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇലക്ഷന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ 40,000-ലധികം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന എന്നൊരു വസ്തുതയുണ്ട്. നമുക്ക് ഒരു മണ്ഡലത്തിൽ 40,000-ലധികം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്താണ് കരുതുന്നത്? അവർ മുഴുവൻ നാട് വിട്ടുപോയി എന്നാണ് എടുക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പലവട്ടം ആരോപണവും പരാതികളും കൊടുത്താണ്. ആം ആദ്മി പാർട്ടി കൊടുക്കുന്ന പരാതികളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിരുന്നില്ല എന്നുള്ള ഒരു വിഷയം അവിടെയുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഈ ഒരു റിസൾട്ടിനെ നമുക്ക് കൂടുതലായി വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതും കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു 40,000-ൽ പരം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ആ റിസൾട്ടിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ശരി.